ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കിടുക്കാച്ചി മുളകരച്ച മീൻകറിയുടെ റെസിപ്പി നോക്കാം. പേര് പോലെ തന്നെ നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണിത്. ഈ മുളകരച്ച മീൻകറി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ ലോ ഫ്ലെയിമിലിട്ട് ഹീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2.25 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. മല്ലി മുളകൊക്കെ മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പാൻ്റെ ചൂടാറുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. 20 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി തക്കാളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 20 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി തക്കാളി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. നല്ല തരിതരിപ്പോടുകൂടി അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പോൾ നല്ല തരിതരിപ്പോടുകൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് കറിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം കറിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പിയാണ്. അതുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്നത് കുടംപുളിയല്ല, വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഒരു പകുതി തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാം. കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് വയ്ക്കാം. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോക്ക് ചെയ്ത് വെച്ച വാളംപുളി നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓണാക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഇതുപോലെ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിങ് ഫിഷ് നെയ്മീൻ 1 കിലോയാണ്. മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ല നെയ്യുള്ള മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. മീൻ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് വെക്കണം. മീനൊന്ന് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം 8 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. കറി നന്നായി തിളപ്പിച്ച് പറ്റിച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ സമയത്ത് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 5-8 മിനിറ്റ് നന്നായി ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. 8 മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുമ്പോഴേക്കും കറി നല്ല കുറുകി കിട്ടും. ഇത് 8 മിനിറ്റ് ആവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കറിയൊന്ന് ഇതുപോലെ നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം കറിയുടെ ചൂടൊന്ന് ബാലൻസ് ആവുന്ന സമയത്ത് ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 1/2 മുറി തേങ്ങയുടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ നല്ല ഫൈനായിട്ട് തേങ്ങ അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ കറി നല്ല തിക്കായിട്ട് കിട്ടും.
അപ്പോൾ നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. കറി നന്നായി ചുറ്റിച്ചെടുത്ത ശേഷം കറി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ തിളക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചുറ്റിച്ചു കൊടുത്ത് ഇതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആക്കിയെടുക്കാം. കറി ഒന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ ഹീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ബ്രൗൺ കളറായി കിട്ടുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ താളിച്ചു കൊടുത്ത ശേഷം 1 മണിക്കൂർ കറി ഒന്ന് സെറ്റ് ആവാനായി അടച്ചു വയ്ക്കാം. മീനിൽ എരിവും പുളിയും നന്നായി ഒന്ന് പിടിക്കുന്നതിന് ഇത് സഹായിക്കും. ഈ മീൻ കറി 1 മണിക്കൂർ കഴിയുമ്പോൾ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. നല്ലൊരു കിടിലൻ മീൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവും പുളിയൊക്കെയുള്ള ഒരടിപൊളി മുളകരച്ച മീൻ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.